പ്രിയൻ ചേട്ടൻ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കണം. പരിക്കുകളൊന്നുമില്ലാതെ, വേദനയൊന്നുമില്ലാതെ. ആ ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയൻ ചേട്ടന്റെ ഒരു കൂട്ടുകാരി. കൂട്ടുകാരിയോ? പാറു, നീ എന്റെ കൂട്ടുകാരിയല്ല, എന്റെ ജീവനാ. കത്ത് വായിച്ചാ പ്രിയൻചേട്ടൻ പുറത്തു വന്ന് നോക്കും. പക്ഷെ പ്രിയൻചേട്ടൻ അത് എപ്പോഴാ വായിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രിയൻചേട്ടൻ പുറത്തു വരുന്നത് നോക്കി ഒരുപാട് നേരം എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല. രാത്രിയാ. എനിക്ക് വേദനിച്ചപ്പോ നീ കരയുന്നു. നിന്റെ സങ്കടം പറയുമ്പോ എന്റെ കണ്ണുകളും നിറയുന്നു. ഇതിന് സൗഹൃദവും നല്ല പേര് പ്രണയോന്ന. നമ്മൾ പരസ്പരം പ്രണയിക്കാ പാറു. ഞാൻ അയച്ച ലെറ്റർ അവള് വായിക്കുന്നത് അവളുടെ റൂമിന് പുറത്ത് മറഞ്ഞു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ലെറ്റർ വായിക്കുന്നത് നോക്കി അവൾ റോഡിൽ നിൽക്കുന്നുണ്ടാവോ? ഇതാരും കാണാതെ റൂമിൽ കൊണ്ടുവയ്ക്കാം. മാറിയിരിക്കാൻ കൂടെ. നിനക്ക് കണ്ണു കാതൊന്നുമില്ലേ? എടാ, എന്നെ തട്ടിത്തെറിപ്പിച്ചിട്ട് നീ എങ്ങോട്ടേ ഓടുന്നേ? ഹലോ മീര. പാറു, നീ എവിടെയാ? ഞാൻ മീര പ്രിയൻചേട്ടനെ കാണാൻ. ആയിഷയും ജെനിഫറും പറഞ്ഞു പ്രിയനെ കാണാൻ ഈ രാത്രി തന്നെ പോണായിരുന്നോ? കാലത്ത് ജോലിക്ക് പോകുന്ന വഴിക്ക് അവിടെ കേറിയ പോരായിരുന്നോ? അത് എനിക്ക് മനസ്സിലെന്തോ വലിയ വിഷമം. പ്രിയൻചേട്ടനെ ഇപ്പൊ തന്നെ കാണണമെന്ന് തോന്നി. ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല. പ്രിയൻചേട്ടന്റെ വീടിന്റെ മുന്നിലെ റോഡിൽ നിൽക്കോ. പകൽ ഇവിടെ വന്ന് നിന്നാല് പ്രിയൻചേട്ടന്റെ അമ്മ എന്നെ കാണില്ലേ? അമ്മ എന്നെ കണ്ട ബാക്കി ഞാൻ പറയണ്ടല്ലോ. നീ ആ റോഡിൽ അധിക സമയം നിക്കണ്ട, പെട്ടെന്ന് തിരിച്ചു വാ. പ്രിയൻചേട്ടനൊരു കത്ത് കൊടുത്ത് അയച്ചിട്ടുണ്ട്.